നിരവധി ആളുകൾ ഈ സമയത്ത് അനുശോചനവുമായി രംഗത്തെത്തുന്നുണ്ട്. പ്രധാനമായും രാജ്യസഭാ MP കമൽഹാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി, ഇത്തരം ഒരുപാട് ആളുകൾ, രജനീകാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അനുശോചനമായി രംഗത്തെത്തുന്നു. വലിയൊരു അപകടം, തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ടൊരു വലിയ അപകടം ഒരു രാഷ്ട്രീയ പരിപാടിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 38ഓളം മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും TVK എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ നേതാവായ വിജയും നിശബ്ദമാണ്. അവർക്ക് ഒരു വാക്കുപോലും പറയാൻ സാധിച്ചിട്ടില്ല, ഒന്ന് അനുശോചിക്കാൻ സാധിച്ചിട്ടില്ല, ഒരു ക്ഷമാപണം നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ വൈകിയ വേളയിലും അവരുടെ ഒരു പ്രതികരണവും വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ, പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും കരൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന വിവരം. ശ്രീ ജിഷ്ണു രവീന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 38 എന്നാണ്. അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം അത് നമുക്ക് പറയാനാവുന്നതിലും ഏറെയാണ്. അവിടുത്തെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന തരത്തിൽ ആളുകൾ അവിടത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്, അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്. ഈ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരുടെ എണ്ണം കൃത്യമായി എത്രയെന്നോ അത് ഏതൊക്കെ ആശുപത്രികളിലാണോ എന്നോ നമുക്ക് പറയാനാകുന്നില്ല. ഈ മാസം 13-നാണ് തിരുച്ചിറപ്പള്ളിയിലെ അറിയാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിജയിയുടെ സംസ്ഥാന പര്യടനം ആരംഭിക്കുന്നത്. അന്ന് തന്നെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും ആൾക്കൂട്ടവും ഒക്കെ കാരണം ആദ്യ റാലിയിൽ തന്നെ അത് ഒരു അലങ്കോലമായ റാലിയായിരുന്നു. നിരവധി പേര് വിജയ് എന്ന് പറയുന്ന താരത്തെ, ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് വരുന്ന ആ താരത്തെ കാണാൻ അവിടെ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയ തിക്കും കാരണം ആദ്യത്തെ റാലിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഡിസംബർ 20 വരെ ഈ പര്യടനം നീട്ടാനുള്ള ഒരു നീക്കമായിരുന്നു തമിഴക വെട്രി കഴകത്തിനുണ്ടായിരുന്നത്. അതിനുശേഷം അത് ജനുവരിയിലേക്ക് നീളും എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. TVK ആ മട്ടിലുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വിജയെ കാത്തിരുന്ന ആളുകൾ വിജയുടെ അടുത്തേക്ക് എത്താനും വിജയെ നേരിട്ട് കാണാനും അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ പറയാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഒടുവിൽ ഇത്രയും വലിയൊരു ദുരന്തമായി മാറിയത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ 38 പേർ മരിച്ചുവെന്നുള്ള വാർത്തയാണ് വരുന്നത്. മുഹമ്മദ് റഹീസ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. റഹീസ്, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സംസ്ഥാന പര്യടനം, ആ സംസ്ഥാന പര്യടനത്തിനൊടുവിൽ തമിഴക രാഷ്ട്രീയത്തിലെ അജയ്യരായ നേതാവ് ആയി ഉയരുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു വിജയുടെ മനസ്സിലുള്ളത്. അത് ഏറെക്കുറെ സാധ്യമാവുകയും ചെയ്യുമായിരുന്നു. കാരണം ഈ ആൾക്കൂട്ടത്തിലൊക്കെ തൻ്റെ സിനിമകളിലെ ഡയലോഗ് പോലെയുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞ് വിജയ് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഈ വലിയ ദുരന്തം. ഇത് മുൻകൂട്ടി കാണാവുന്നതും ഒഴിവാക്കാനാകുന്നതുമായ ഒരു ദുരന്തമായിരുന്നു. പലപ്പോഴും കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ നിയന്ത്രണാതീതമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ റാലികൾ നടത്തരുതെന്ന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങളൊക്കെ പാടെ അവഗണിച്ചത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ റാലി നടത്തിയത്. അതും മണിക്കൂറുകളോളം, എത്ര മണിക്കൂറെന്ന് നമുക്ക് കൃത്യമായി പറയാനാകില്ല, വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം. അതിനുശേഷം ആ ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ വിജയ് എന്ന് പറയുന്ന താരത്തെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നവർ ഒടുവിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നു. വിജയ് തന്നെ സഹായത്തിനായി പോലീസിനോട് അപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ശബ്ദമൊക്കെ നമ്മൾ പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട്. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു വ്യക്തതയുള്ളത്? ക്രിസ്ത്യന, ഏറ്റവും പ്രധാനമായിട്ടും ഈ പരിപാടിക്ക് സമയം നിശ്ചയിച്ചിരുന്നത് ഉച്ചയ്ക്ക് 12:45 അപ്പോൾ ഉച്ചയ്ക്ക് 12:45 നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടിയിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കൾ എത്തുമ്പോൾ ഒരു പക്ഷേ അത് 1:45 2 മണിയോ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ 1 മണിക്കൂറിൻ്റെ 1.25 മണിക്കൂറിൻ്റെ ഒക്കെ വ്യത്യാസം വരുന്ന ഒരിടത്തേക്ക് വിജയ് എത്തുന്നത് വൈകിട്ട് 7 മണിക്ക് ശേഷമാണ്.
7 മണിക്ക് ശേഷം അദ്ദേഹം എത്തുമ്പോൾ അത് ഈ 12:45 ഈ സ്ഥലത്ത് തീരുമാനിച്ചിരുന്ന പരിപാടിയുടെ സമയത്ത് അദ്ദേഹം തൻ്റെ ആദ്യ പരിപാടിയുടെ സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല. നാമക്കലിലും കരൂരിലുമാണ് പരിപാടി ഉണ്ടായിരുന്നത്. നാമക്കലിൽ രാവിലെ 8:45 എത്തേണ്ട ഇടത്ത് അദ്ദേഹം എത്തുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. അദ്ദേഹം ഈ എയർപോർട്ടിൽ എത്തുന്നത് തന്നെ ഏതാണ്ട് ഒരു 10:15 കൂടിയിട്ടാണ്. അതിനുശേഷം അദ്ദേഹം 2 മണിയോടുകൂടി മാത്രം നാമക്കലിൽ എത്തുന്നു. അതായത് നാമക്കലിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹം കരൂരിലെത്തി സംസാരിച്ച് മടങ്ങേണ്ട സമയം കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ വിജയ് വരുന്നു, 12:45 വിജയ് എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10 മണിക്ക് മുതൽ തന്നെ ആളുകൾ വന്നു നിൽക്കും, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ആളുകൾ വന്നു നിൽക്കും. അവിടെ എത്തുന്നവർക്ക് കൃത്യമായ വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ 10,000-കണക്കിന് ആളുകൾ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 9 മണിക്കൂറെങ്കിലും അവിടെ നിന്നിട്ടുണ്ടാകും. വിജയോടുള്ള ആരാധന കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ വേണ്ടി തങ്ങളുടെ ചെറിയ പട്ടണത്തിലേക്ക് വിജയ് എത്തുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ, അഭിവാദ്യം ചെയ്യാൻ, അതിനൊക്കെ ആയിട്ട് പാർട്ടി പ്രവർത്തകരും അതിനിരട്ടിയോളം വരുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരും ഇതിലൊന്നും ബന്ധമില്ലാത്ത, ഇതിലൊന്നും പെടാത്ത വിജയ് ഒരു കൗതുകത്തിന് കാണാനായി എത്തുന്നവരുടെ എണ്ണവും അതും വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ എത്തുന്നു. അങ്ങനെ ആളുകൾ എത്തിയതിന് പിന്നാലെ ഒരു തരത്തിലും ആ സ്ഥലത്ത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസിനോ TVK പ്രവർത്തകർക്കോ കഴിയുന്നില്ല. അവിടെയാണ് പ്രായോഗിക രാഷ്ട്രീയം അത്ര പയറ്റി തെളിഞ്ഞിട്ടില്ലാത്ത TVK പോലെയുള്ള ഒരു പാർട്ടി അവർ ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ വിജയിയെ അവിടേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ ഒരു കോർട്ടിൽ പറഞ്ഞാൽ എഴുന്നള്ളിക്കുന്നു എന്നൊക്കെ പല നേതാക്കൾ അദ്ദേഹത്തിനെ കളിയാക്കിയിരുന്നു. അപ്പോൾ ആ വാക്ക് കടമെടുത്താൽ അത്തരത്തിലേക്ക് വിജയിയെ കൊണ്ടെത്തിക്കുമ്പോൾ അവർ പാലിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള, അവർ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആളുകൾക്ക് മിനിമം വെള്ളം എത്തിക്കാൻ, അവർക്ക് ലഘുഭക്ഷണം എത്തിക്കാൻ, അവർക്ക് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ചൂടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പന്തലൊരുക്കുക, വെള്ളം ഒരുക്കുക, ഇതൊക്കെയും TVKയുടെ ഭാഗത്ത് നിന്ന് ഇതൊന്നും ഉണ്ടായില്ല. അതൊക്കെ വലിയ വീഴ്ചയായി മാറുമ്പോൾ അത്രയധികം സമയം വെള്ളം കുടിക്കാതെ നിൽക്കുന്ന മനുഷ്യരാണ്, അത്രയധികം സമയം ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വിജയിയെ കാത്ത് വൈകിട്ട് 7 മണി വരെ അവിടെ നിൽക്കുന്നത്. അവിടേക്ക് വിജയ് എത്തുന്നു. ആ ഒരു 800 മീറ്റർ വിജയ് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തത് 1 മണിക്കൂറും 40 മിനിറ്റുമാണ്. അവസാനം പോലീസുകാരെത്തി TVK പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി. അതിനുശേഷമാണ് വിജയിയെ അവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പ്രസംഗം തുടങ്ങുമ്പോൾ വിജയ് പറയുന്നുണ്ട്, പോലീസുകാർക്ക് നന്ദി ഞാൻ പറയുന്നു, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടേക്ക് എത്തില്ലായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അവിടെ ആളുകൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം എത്തുന്നത്. അത്രയധികം ആളുകൾ അവിടെ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ പരിപാടി കൃത്യമായി ഓർഗനൈസ് ചെയ്യേണ്ട ചുമതല TVKയ്ക്കുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്, ഇടപെടേണ്ട ബാധ്യത പോലീസിനുണ്ട്. അപ്പോൾ അതിനിടയിലേക്ക് അത്രയും ആളുകൾ വന്നു നിൽക്കുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ചൂട്, രാത്രി, ഇതിൻ്റെ ഒക്കെയും പ്രശ്നം അവിടെയുണ്ട്. അങ്ങനെ മനുഷ്യർ കുഴഞ്ഞു വീഴുന്നു. ആ കുഴിഞ്ഞു വീഴുന്നവരുടെ നെഞ്ചിലും തലയിലും ഒക്കെ ചവിട്ടിക്കൊണ്ട് വിജയിയെ കാണാൻ വേണ്ടി ഒരു കൂട്ടം മുന്നിലേക്ക് ഇടിച്ചു കയറുകയാണ്. അതും 1.5 വയസ്സുള്ള കുഞ്ഞിനെ അടക്കം ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 38 പേരുടെ ജീവൻ പൊലിഞ്ഞു. ഇതിനിടയിൽ മറ്റൊരാളുമായി സംസാരിച്ചപ്പോൾ അവിടെ നിന്ന്, ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 42ഉം 43ഉം പേരൊക്കെ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ അത്രയും ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരുടെ എണ്ണം അത് വളരെ വലുതാണ്. 78 പേർ നിലവിൽ കരൂരിലെ സർക്കാർ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുണ്ട്. അതിന് സമീപ പ്രദേശത്തെ റഹീസ് പറയുന്നത് പോലെ തന്നെ ഔദ്യോഗികമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അനൗദ്യോഗികമായ കണക്കുകൾ ഈ പറയുന്നത് പോലെ ഇത്രയധികം ആൾക്കാർ അവിടെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തത്തിന്റെ ആഴം, മരണസംഖ്യ, ഇതൊക്കെ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.